ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വലിയവനായ ദൈവത്തിൻ്റെ ദയയെ പറ്റിയാണ്. അവൻ നമുക്ക് വേണ്ടി ഏതെല്ലാം തലത്തിൽ ഏതെല്ലാം നിലയിൽ ദയ കാണിക്കുന്നു എന്ന് നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ദയ, ഭൂമിയെ നിറയ്ക്കുന്ന ദയ അവൻ്റെ പക്കലുണ്ട്. വലിയ ദയയാണ് അവൻ കാണിക്കുന്നത്, മഹാദയയാണ് കാണിക്കുന്നത്. എന്നേക്കുള്ള ദയയാണ് അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇനി അവൻ്റെ ഒരുക്കി വെക്കുന്ന ദയയെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനം 68:10 നമുക്ക് വായിക്കാം. ദൈവമേ, നിന്റെ ദയയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. ആ ഒരുക്കി വെക്കുന്ന ദയ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുതാവുന്നെന്ന് 31 സങ്കീർത്തനത്തിന്റെ 19 നാം വായിക്കുന്നു. ഇവിടെ 68 സങ്കീർത്തനത്തിന്റെ 10 ദൈവമേ, നിന്റെ ദയയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. കർത്താവിൻ്റെ ആ ദയ നമ്മൾക്ക് വേണ്ടി, ആ രക്ഷ നമുക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി വെച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് നമ്മളെ എത്രമാത്രം കരുതി എന്നുള്ളത് നമുക്കിവിടുന്ന് ചിന്തിക്കാവുന്നതാണ്. അത്രമാത്രം നമുക്ക് വേണ്ടി ദയ ഒരുക്കി വെച്ച ഒരു ദൈവത്തെ ആണ് നമുക്ക് അറിയുവാൻ ഇടയായിത്തീർന്നത്. ഈ ഭൂമിയിൽ നന്മകളൊന്നും എളിയവർക്ക് വേണ്ടി ആരും ഉദ്ദേശിച്ചിട്ടില്ല. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് നമ്മൾ അതിനുവേണ്ടി പറയുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളതാണ് ലോകത്തിൻ്റെ പ്രമാണം. തട്ടിയെടുക്കുവാൻ സാമർഥ്യമുള്ളവർക്ക് ഈ ലോകത്തിൽ പലതും അല്ല മിക്കതും ഉണ്ട്. എന്നാൽ അവിടുത്തെ ദയയാൽ വലിയവനായ ദൈവം എളിയവർക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്നത് കൊണ്ട് നാം ഇന്ന് പലതും അനുഭവിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഒരു ചൊല്ലുണ്ട്. അങ്ങനെയുള്ളവർക്ക് പല കാര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് കഴിയും. എന്നാൽ സാധുക്കളായ നമ്മൾക്ക് ദൈവത്തിൻ്റെ ദയ കൊണ്ട് അവൻ നമുക്ക് വേണ്ടി ആ രക്ഷ ഒരുക്കി വെച്ചത് കൊണ്ട്, അവിടുത്തെ മക്കളായി തീർന്നുകൊണ്ട് അവിടുത്തെ നന്മകൾ നമ്മൾ അനുഭവിക്കുന്നു. നമ്മോട് കാണിച്ച ദയ എത്രയോ വലുതാണ്. എളിയവരെ ഉയർത്തുവാനും തക്ക സമയത്ത് നൽകാനായി മറ്റാരും കൊണ്ടുപോകാതെയും കാണാതെയും അനുഗ്രഹങ്ങൾ ഒരുക്കി മാറ്റിവെക്കുന്ന ഒരു ദൈവത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് ഒരു നന്മ നൽകുവാൻ നിശ്ചയിച്ചുവെങ്കിൽ അത് മറ്റാരും അപഹരിക്കാതെ നമുക്ക് ലഭ്യമാക്കുവാൻ അവിടുന്ന് ബാധ്യസ്ഥനാണ്. അവിടുത്തെ വലിയ ദയയാൽ അത് അവിടുന്ന് നിവർത്തിക്കുക തന്നെ ചെയ്യും. അതെ, നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ ദയ എന്തായിരുന്നു? കാൽവറി ക്രൂശിലെ ആ രക്ഷ, അതായിരുന്നു നമുക്ക് വേണ്ടി അവൻ ഒരുക്കി വെച്ച ഏറ്റവും വലിയ ദയ എന്നുള്ളത്. നമ്മളെ പാപത്തിൻ്റെ അധീനതയിൽ കിടന്ന യാതൊരുത്തനാലും രക്ഷപ്പെടുവാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു നമ്മളെ ആ പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ നിന്ന് വീണ്ടെടുത്ത ആ ദയ എത്രയോ വലുതാണ്. അതായിരുന്നു അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ വലിയ ദയ. ആ രക്ഷ എന്ന ആ വലിയ ദയയെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അവിടുത്തെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുപോലെ രാവിലെ തോറും പുതിയ ദയ തരുന്ന ദൈവം. വിലാപങ്ങളുടെ പുസ്തകം, വിലാപങ്ങൾ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാവുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാവുന്നു. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാവുന്നു. പ്രിയമുള്ളവരെ, പാപികളായ അധർമ്മികളായ നമ്മളോട് കർത്താവ് ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ നാം എന്നേ മുടിഞ്ഞു പോകുമായിരുന്നു. എന്നാൽ അവിടുത്തെ ദയ കൊണ്ടാണ് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് എന്ന് ഇവിടെ വിലാപങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ കരുണ നമ്മളോട് തീർന്നു പോയിട്ടില്ല. അവിടുന്ന് കരുണ കാണിച്ചത് കൊണ്ടാണ് നമുക്ക് അവിടുത്തെ മക്കളായി തീരുവാനിടയായത്. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാവുന്നു. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ടിട്ടില്ലാത്തൊരു പ്രഭാതം ദൈവം നമുക്ക് തന്നു തോർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തൊരു പ്രഭാതത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. കഴിഞ്ഞ ഒരു ദിവസത്തേക്കാൾ എത്രയോ അനുഗ്രഹങ്ങളാണ് പുതിയ ദിവസത്തിൽ ദൈവം നമുക്ക് തരുന്നത്. ദൈവത്തിൻ്റെ കാവൽ, ദൈവത്തിൻ്റെ കരുതൽ, രാത്രിയിൽ നമ്മളെ സൂക്ഷിച്ചതിനെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നു.
അവിടുത്തെ ആ രാത്രിയിൽ കിടന്നുറങ്ങി അവിടുന്ന് താങ്ങുകയാലാണ് നാം ഉണർന്നെഴുന്നേൽപ്പാൻ ഇടയായിത്തീർന്നത്. അത് ദൈവത്തിന്റെ ദയയാണ്. അവിടുന്ന് നമ്മെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന ദൈവം, അതാത് ദിവസത്തിൽ വേണ്ടുന്ന എല്ലാ നന്മകളും നൽകി തരുന്ന ദൈവം. രാവിലെ തോറും അത് പുതിയതാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും. നിന്റെ വിശ്വസ്തത വലിയതുമാവുന്നു. അവിടുന്ന് വിശ്വസ്തനാണ്. നാം പലപ്പോഴും അവിശ്വസ്തരായി തീർന്നിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? രാവിലെ എഴുന്നേറ്റ് ഒരു ദിവസം പോലും നന്ദി പറയാതെ നമുക്ക് എഴുന്നേൽപ്പാൻ കഴിയത്തില്ല. എന്നാൽ പലപ്പോഴും നാം അതൊക്കെ മടുപ്പുള്ളവരായിട്ട്, മടിയുള്ളവരായിട്ട്, നന്ദി പറയാത്തവരായിട്ട് തീർന്നിട്ടില്ലേ? എന്നാൽ പോലും അവിടുത്തെ ദയ നമ്മളെ വിട്ടു മാറാതെ ആ ദൈവത്തിന്റെ ദയ നമ്മളോട് കാണിക്കുന്നത് ഓർത്ത് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഓരോ ദിവസവും പുതിയതാണ് അവിടുത്തെ, പുതിയതായ ദയയാണ് അവിടെ നമുക്ക് തരുന്നത്. ഭാവവും ഗുണവും രൂപവും മണവും രുചിയും അനുഭവം എല്ലാം വ്യത്യസ്തമായിരിക്കും ഓരോ ദിവസത്തെ. കെട്ടിക്കിടന്ന് നാറ്റം വമിക്കുന്ന അവസ്ഥയല്ല. ഓരോ ദിവസവും പുതുമയോടെ പുതിയ ദയ നമുക്കായി ഒരുക്കി വെക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് വേണ്ടി, ആ ദയയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ കർത്താവിനെ നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ ദയ, നമ്മളോട് കാണിക്കുന്ന ദയയെ ഓർത്ത് കർത്താവിന് നന്ദിയുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു. ഇനിയും നടത്തുവാൻ അവിടുന്ന് ശക്തനാണ്. അവിടുന്ന് മതിയായവനാണ്. മാറ്റമില്ലാത്ത ദൈവമാണ്. അതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അതുപോലെ യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു. അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത് എന്ന് നമ്മളിവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് നന്ദിയുള്ളവരായി അവിടുത്തെ ആ രക്ഷയിൽ ആശ്രയിച്ചുകൊണ്ട്, അവിടുത്തെ ആ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരുന്നുകൊണ്ട്, അവിടുത്തെ ദയ നോക്കി പാർക്കുവാൻ, അവിടുത്തെ ദയയിൽ ആശ്രയിപ്പാൻ, അവിടുത്തെ ദയ നമ്മുടെ മേൽ ധാരാളമായി ചൊരിയുന്നത് ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ.